ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അല്പനേരത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 4-ാം അധ്യായം 32-ാം വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലതും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം എന്ന് പറയുന്നത് സഭയെ കാണിക്കുന്നതാണ്. സഭ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ എന്ന് പറയുന്നത് അത് ഐക്യതയുള്ളതായിരിക്കും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഐക്യത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തതാണ്. ചിലയിടങ്ങളിൽ കണ്ടേക്കാം, എന്നാൽ പലയിടത്തും പിളർപ്പുള്ള അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഐക്യത എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. സഭ, ആ സഭ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ ആ ശരീരമാകുന്ന സഭയിലുള്ള ഓരോ അംഗങ്ങളും അത് ക്രിസ്തുവിൽ ഒന്നാണ്. അവർ തമ്മിൽ എപ്പോഴും ഐക്യത വേണം. അവർ ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഐക്യതയുടെ ഒരു വലിയ അധ്യായമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സകലതും അവർക്ക് പൊതുവായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാണോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ പ്രയാസമാണെങ്കിലും എന്നാലും ഒരുത്തനെ സഹായിക്കുവാൻ കഴിയും. യേശു പറയുന്നൊരു കാര്യമുണ്ട്, രണ്ടുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ ഉള്ളതിൽ ഒരു ചെറിയ പങ്ക് കൊടുക്കുക. രണ്ടും കൊടുക്കുവാൻ യേശു പറയുന്നില്ല. നിനക്ക് രണ്ടുണ്ടെങ്കിൽ രണ്ടും കൊടുക്കുവാൻ യേശു പറയുന്നില്ല. നിനക്ക് ഉള്ളതിൽ ഒരു പങ്ക്, അത് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സകലവും അവർക്ക് പൊതുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ളൊരു ഐക്യതയാണ് അവിടെ കാണിക്കുന്നത്. അവർ തമ്മിൽ സ്നേഹിച്ചതും ഐക്യതയുള്ളതായിരുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾക്ക് ഐക്യത ഉണ്ടായിരിക്കണം. സകലതും പൊതുവായി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം പൊതുവായിട്ട് എല്ലാവർക്കും സൂക്ഷിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ പ്രയാസമാണെങ്കിൽ മനുഷ്യനെ സഹായിപ്പാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് പറയുന്നത് നിനക്ക് ഉള്ളതിൽ ഒരു പങ്ക് കൊടുക്കാമെന്നുള്ള അർത്ഥത്തിൽ രണ്ടുള്ളത് അതിലൊന്ന് കൊടുക്കാം, ഉള്ളതിൽ ഒന്ന് കൊടുക്കാം എന്നൊരു വലിയ സന്ദേശം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. സഭയിൽ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഐക്യത വരണമെങ്കിൽ അവർ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഇത് ആദ്യം മുതലേ ഉള്ള കൽപ്പനയാണ്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. എങ്ങനെയാണ് ഐക്യത വരുന്നത്? സ്നേഹത്തിലൂടെ ഐക്യത വരും. ക്ഷമിക്കുന്നതിലൂടെ ഐക്യത വരും. സഹായിക്കുന്നതിലൂടെ ഐക്യത വരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സഭയുടെ ഓരോ അംഗങ്ങളും തമ്മിൽ ഐക്യതയുള്ളവരായിരിക്കണം. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാകുന്നു. സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മാത്രമല്ല വരുവാനുള്ളത് കാണിച്ചു തരികയും. ആരാണ് നമ്മൾ വഴി നടത്തുന്നത്? ആരാണ് നമ്മുടെ ഗൈഡർ? മനുഷ്യൻ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ കടന്നു വരും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളമൊക്കെ നമ്മൾ സാക്ഷികളാകും എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ശക്തി ലഭിക്കും. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ നമുക്ക് സഭയിൽ ഒരു ഐക്യതയുണ്ടാകും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്നേഹം, സന്തോഷം, സൗമ്യത,
ഇന്ദ്രിയജയം, അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ അകത്തുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കുണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഐക്യത തരുന്നത്. നമുക്ക് മനസ്സിലാക്കാം, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്ന ഇടത്തൊക്കെയും എൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ ഐക്യതയുള്ളവരാണ്. ആ 2 പേരും ഒരുമിച്ച് ഒരു മനസ്സോടെ ഏക ഹൃദയമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതാണ് സഭയുടെ ഐക്യത എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ആ ഐക്യത ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ആത്മീയതയുടെ നല്ല വഴി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു പറഞ്ഞത് നമ്മൾ അനുസരിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരമായ നാം, കാരണം ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ, ആ സഭയ്ക്കകത്തുള്ള ഓരോരുത്തരും നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. സഭയുടെ തലയെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ നമ്മുടെ നായകൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഐക്യതയുള്ളവരായിരിക്കണം. ആ നമ്മുടെ നായകനായ ക്രിസ്തു നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ നായകനായ ക്രിസ്തുവിൻ്റെ പിറകെ നമ്മൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് നമുക്ക് ദൈവം നല്ലൊരു ഐക്യത നമുക്ക് തരും. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പക എന്ന് പറയുന്നത് ഐക്യത നശിപ്പിക്കുന്നതാണ്, ഏകഹൃദയത്തെ നശിപ്പിക്കുന്നതാണ്. പക എന്ന് പറയുന്നത് ഏകത്വം, അത് ഭിന്നതയുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്നതാണ്. പക എന്ന് പറയുന്നത് ഒരു മനപ്പെട്ട ഹൃദയങ്ങളെ തകർക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണുന്നത് ഇതൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. പക ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് അവിടെ ഐക്യത ഉണ്ടാകുന്നത്. അപ്പൊ ഐക്യതയെ തകർക്കുന്നത് എന്ന് പറയുന്നത് പകയാണ്. പക എന്ന് പറയുന്നത് സാത്താനിൽ നിന്ന് വരുന്നതാണ്. അത് യേശുവിൽ നിന്നല്ല, പരിശുദ്ധാത്മാവല്ല. സകല നല്ല ഫലങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, പക ദൈവത്തിൽ നിന്നല്ല, അത് ദുഷ്ടശക്തിയായ ഇരുട്ടിന്റെ ശക്തിയിൽ നിന്നാണ്. ഇരുട്ട് കാണിക്കുന്നത് സാത്താനെയാണ്. ഇരുൾ മണ്ഡലം എന്ന് പറയുന്ന ആത്മീക അർത്ഥനം എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ്, ഇരുൾ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും, വെളിച്ചം എന്ന് പറയുന്നത് ദൈവമാണ്. ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഐക്യത ഉണ്ടാകും. ഇരുളിൽ നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ പക നമ്മുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കും. ഐക്യതയെ തകർക്കുന്നതാണ് പക. ഐക്യതയെ തകർക്കുന്ന സഭയിലേക്കകത്ത് വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതാണ് ഇന്ദ്രിയജയമില്ലാത്ത അവസ്ഥ. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവരായിരിക്കണം നമ്മൾ. പക്ഷെ മനുഷ്യനെന്ന് പറയുന്നത് പലപ്പോഴും ബലഹീനതയിൽ തുണ നിൽക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കണം നാം. നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഐക്യതയെ തകർക്കുന്ന വേറൊരെണ്ണമുണ്ട്, ക്ഷമിക്കാത്ത ഹൃദയം. ക്ഷമിക്കാത്ത ഹൃദയം എന്ന് പറയുന്നത് ഐക്യതയെ തകർക്കുന്നതാണ്. നാം ക്ഷമിക്കണം തമ്മിൽ. അതാണ് നമുക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ഐക്യത വേണം. ഒരു മനസ്സും ഒരു ഹൃദയമുള്ളവരായിരിക്കണം സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാകാൻ പാടില്ല. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. സമൂഹത്തിൽ ഐക്യത ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനം വരും. ഐക്യതയുടെ ഫലം എന്താണ്? ഏക തീരുമാനം. ഒരു സംഘടനയിൽ ഐക്യതയുണ്ടെങ്കിൽ ഏക തീരുമാനം വെളിപ്പെടും. ഒരു സംഘടനയിൽ ഐക്യതയില്ലെങ്കിൽ ഏക തീരുമാനമല്ല, അത് 2 തീരുമാനങ്ങളായി മാറും. കാരണം അവർ തമ്മിൽ ഐക്യതയില്ല. ഐക്യതയുടെ ഫലം എന്ന് പറയുന്നത് ഏക തീരുമാനമാണ്.
നമ്മൾ മനസ്സിലാക്കിയത് ഐക്യതയെ തകർക്കുന്ന ചില പോയിന്റുകളാണ്. പിന്നെയും ഐക്യതയെ തകർക്കുന്ന മറ്റുണ്ട്, അസൂയ. അപ്പൊ സകല ദുഷ്ടചിന്തകളും സാത്താനിൽ നിന്നാണ് വരുന്നത്, ദുഷ്ടനിൽ നിന്നാണ് വരുന്നത്. അസൂയ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ഫലമല്ല. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സൗമ്യതയാണ്, താഴ്മയാണ്. മറ്റുള്ളവരോട് നമുക്ക് താഴ്മയുണ്ടെങ്കിൽ നമുക്ക് അസൂയ നമുക്കുണ്ടാവുകയില്ല. അപ്പൊ ഐക്യതയെ തകർക്കുന്നതാണ് തമ്മിലുള്ള അസൂയ എന്ന് പറയുന്നത്. ഐക്യതയെ തകർക്കുന്നതാണ്, ഏകഹൃദയത്തെ തകർക്കുന്നതാണ്, പൊതുവായ തീരുമാനങ്ങളെ തകർക്കുന്നതാണ്. ഇവിടെയെല്ലാം നമുക്ക് കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കകത്ത് തമ്മിൽ ഐക്യതയുള്ളവരായിരിക്കണം, ഏകഹൃദയമുള്ളതായിരിക്കണം, മറ്റുള്ളവരെ നമ്മൾ കരുതുന്നവരായിരിക്കണം. അങ്ങനെയുള്ള അനുഭവത്തിലാണ് നമുക്ക് പൂർണ്ണമായ ഐക്യതയുടെ വിജയമുണ്ട്. അതിന് നമുക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ഫലമാണിത്. ഈ ഫലം നമ്മളുണ്ടെങ്കിലേ നമുക്ക് ഈ ഐക്യത ഉണ്ടാകും. ഐക്യതയെ തകർക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് പിശാചിൽ നിന്നുള്ളതാണ്. അതാണ് അസൂയ എന്ന് പറയുന്നത്, അത് പകയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തമ്മിലടി എന്ന് പറയുന്നത്. ഇതെല്ലാം ഐക്യതയെ തകർക്കുന്നതാണ്. ക്ഷമിക്കാത്ത ഹൃദയം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിച്ച ഈ വചനം എന്ന് പറയുന്നത്, യേശു നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ തമ്മിൽ ഐക്യതയുള്ളവരും പൂർണ്ണ ഹൃദയമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സകലതും പൊതുവായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ വചനത്താൽ ഐക്യതയുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ കൂടെ തമ്മിൽ സ്നേഹിച്ച് നമുക്ക് ആ ക്രിസ്തുവായ നായകനിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ അകത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നൊരു വലിയ സന്ദേശമാണ് ഈ അപ്പോസ്തോലിക പ്രവൃത്തിയിൽ കൂടെ ഐക്യതയിലൂടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഐക്യത തരുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്, പിന്നെ കർത്താവായ യേശു ക്രിസ്തുവാ, പിന്നെ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരും. നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ ആ നസ്രയനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വാതിലാകുന്നു. യേശുവിൽ കൂടെ അല്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിലേക്കുള്ള വഴി എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിച്ച് അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുമ്പോൾ, യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്രിസ്തുവിൽ നിറഞ്ഞ ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറും. അപ്പോൾ ദൈവം നമ്മളെ ഐക്യതയിലൂടെ നടത്തും. സഭയുടെ ശക്തി എന്ന് പറയുന്നത്, സഭയുടെ തറക്കല്ലെന്ന് പറയുന്നത് ഐക്യത എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടിയാണ്. സഭയ്ക്ക് പല അടിത്തറകളുണ്ടെങ്കിലും ഐക്യതയും പൂർണ്ണ ഹൃദയവും ഏകമനസ്സും എന്ന് പറയുന്നത് അതൊരു അടിസ്ഥാന കല്ലാണ് സഭയുടെ. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കണ്ട വചനത്തിലൂടെ നമ്മൾ തമ്മിൽ ഐക്യതയും പൂർണ്ണ ഹൃദയവും ഉള്ളത് ഏക തീരുമാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.